ഏറ്റുമാനൂരപ്പൻ്റെ കൊടിമരമാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനലക്ഷങ്ങളാണ് രാവിലെ തന്നെ ഏറ്റുമാനൂരപ്പൻ്റെ തിരുനടയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്നും എത്തിച്ചേർന്ന ഭക്തജനങ്ങളാണ് ഇന്നേ ദിവസം അമ്പലനടയിൽ കാണാനാവുക. ഏറ്റുമാനൂർ ക്ഷേത്ര കോമ്പൗണ്ടിനകത്തും ഏറ്റുമാനൂർ നഗരത്തിലും ജനലക്ഷങ്ങളാണ് ഇന്നേ ദിവസം ഒഴുകിയെത്തുക. ഉത്സവ ദിനത്തിൽ ഏറ്റുമാനൂരപ്പനെ ഒന്ന് തൊഴുതു മടങ്ങുക എന്നതാണ് എല്ലാ ഭക്തജനങ്ങളുടെയും പ്രധാന ഒരു ആഗ്രഹം. ഗജരാജൻ എത്തിക്കഴിഞ്ഞു. ഏറ്റുമാനൂരപ്പനെ ആറാട്ടിന് എഴുന്നള്ളിക്കുന്ന ഗജരാജൻ ഏറ്റുമാനൂരപ്പന്റെ തിരുനടയിൽ എത്തിക്കഴിഞ്ഞു. ഏതാനും മിനിറ്റുകൾ കൂടി കഴിയുമ്പോൾ ഏറ്റുമാനൂരപ്പൻ ആറാട്ടിനായി പുറപ്പെടുന്നതാണ്. ദർശനത്തിനായി എത്തിച്ചേർന്ന മുഴുവൻ ഭക്തജനങ്ങളും ശ്രീകോവിലിനകത്ത് പ്രവേശിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ആറാട്ടിന് പുറപ്പെടാൻ സമയമായി. 12 മണിക്ക് മുന്നേ തന്നെ ആറാട്ടിന് പുറപ്പെടേണ്ട സാഹചര്യം ഉള്ളതിനാൽ പരമാവധി ഭക്തജനങ്ങളെ ശ്രീകോവിലിൽ പ്രവേശിപ്പിക്കും നിശ്ചിത സമയം വരെ. ശേഷം ഭഗവാൻ എഴുന്നള്ളത്തിന് ഇറങ്ങുന്ന സമയം ദർശനം നടത്താനായിരിക്കും അനുവദിക്കുക. ഈ കാണുന്നതാണ് ഏറ്റുമാനൂരപ്പന്റെ പ്രധാന ദർശനങ്ങളിൽ ഒന്നായ ഏഴപ്പൊന്നാന സ്ഥിതി ചെയ്യുന്ന മണ്ഡപമാണ്, ആസ്ഥാന മണ്ഡപമാണ്. ഈ ആസ്ഥാന മണ്ഡപം തന്നെയായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു എപ്പിസോഡ് ഞാൻ ചെയ്തിട്ടുണ്ട്. 1 മിനിറ്റ് ഉള്ള ഒരു പാട്ടുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. സാധാരണ ഏറ്റുമാനൂർ ഉത്സവം എന്ന് പറയുമ്പോൾ ഭയങ്കര ചൂട് കാലാവസ്ഥയാണ്. എന്നാൽ ഇന്നലെ ശക്തമായ മഴ ലഭിച്ചതുകൊണ്ട് പൊതുവെ തണുത്ത അന്തരീക്ഷമാണ്. ഏറ്റുമാനൂർ ഉത്സവം, കോട്ടയം തിരുനക്കര ഉത്സവം എന്നീ ഉത്സവങ്ങളോടനുബന്ധിച്ച് മഴ ചാറുന്നത് പതിവ്. പക്ഷെ ഇക്കുറി കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് മഴ പെയ്യാതെ ഒരുങ്ങി വന്നാണ് ഈ പ്രദേശങ്ങളിൽ. ഇന്ന് പെയ്യും, നാളെ പെയ്യും, മറ്റന്നാൾ പെയ്യും എന്നും പറഞ്ഞ് കാലാവസ്ഥ തടിച്ചുകൂടി മഴയ്ക്ക് വേണ്ടി തയ്യാറെടുപ്പ് ഒരുങ്ങി വന്നു. പക്ഷെ അതിൻ്റെ എല്ലാം ഭാഗമായിരിക്കണം ഇന്നലെ ശക്തമായ മഴ ലഭിച്ചതിൻ്റെ കാരണം. ഈ കാണുന്ന ക്യൂ ഇവിടെ അന്നദാനമുണ്ട്. എന്നും നിത്യന് അന്നദാനം ഉള്ളതാണ്.
ഏറ്റുമാനിൽ നിത്യന് അന്നദാനം ഉള്ളതാണ്. ഇന്ന് എനിക്ക് തോന്നുന്നു ആറാട്ട് സദ്യ മറ്റാണെന്ന് തോന്നുന്നു. സാധാരണ രാവിലെ ഒരു 11-12 മണിക്ക് നട അടച്ചു കഴിഞ്ഞ് അന്നദാനം കൊടുക്കാറുള്ളൂ. ഇന്നിപ്പം ആറാട്ട് സദ്യയോടനുബന്ധിച്ചായിരിക്കണം 10 മണി മുതൽ അന്നദാനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന ഭക്തജനങ്ങളൊക്കെ പുലർച്ചെ തന്നെ ദർശനത്തിനായി എത്തിയവരാണ്. പുലർച്ചെ 4 മണിക്ക് തന്നെ എത്തി മണിക്കൂറുകളോളം ക്യൂ നിന്ന് പ്രഭാത ഭക്ഷണം പോലും കഴിക്കാതെ ദർശനം നടത്തി വരുന്നവരാണ് ഈ അന്നദാനം ഭക്ഷിക്കാനായി കയറി നിരയിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ കയറുന്നത്. ഇതാണ് ഊട്ടുപുര. ഈ കാണുന്നതാണ്, ഇതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് ഊട്ടുപുര. ഈ കാണുന്ന ബോർഡ് കാണാമോ? അന്നദാന മണ്ഡപം, ഏറ്റുമാനൂർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഇവിടെ സംസ്ഥാനത്തിന്റെ നാനാഭാഗത്ത് എത്തിച്ചേരുന്ന ഭക്തജനങ്ങളോട് ഓരോരുത്തരോടും നമുക്ക് ചോദിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറ്റുമാനൂരപ്പനെ ഒന്ന് തൊഴാൻ സാധിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിൽ അങ്ങേറ്റം വലിയ പുണ്യമായി തന്നെയാണ്, മനസ്സിൽ കാത്തു സൂക്ഷിച്ച് തന്നെയാണ് ഓരോ ഭക്തജനങ്ങളും ഏറ്റുമാനൂരപ്പന്റെ തിരുനടയിൽ എത്തിച്ചേരുന്നത്. ക്ഷേത്ര കോമ്പൗണ്ടിൽ തന്നെ ഗജരാജന്മാരെ കുളിപ്പിക്കുന്ന ഭാവം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും എഴുന്നള്ളത്തിനായി കൊണ്ടുവന്നിരിക്കുന്ന ഗജരാജനും ഇവിടെ ഒന്ന് കുളിച്ച് നീരാടി ശേഷമായിരിക്കും എഴുന്നള്ളത്തിനായി ആറാട്ട് എഴുന്നള്ളത്തിനായി പോകുക. മുമ്പേ ഞാൻ പറഞ്ഞ പോലെ ക്ഷേത്ര കോമ്പൗണ്ടിനകത്തായാലും കൊള്ളാം, പരിസര പ്രദേശത്തായാലും കൊള്ളാം, ഏറ്റുമാനൂർ നഗരത്തിലാണെങ്കിലും കൊള്ളാം, ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇങ്ങനെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്നലെ ശക്തമായ മഴ ലഭിച്ചത് കാരണം അധികം ചൂട് അനുഭവിക്കേണ്ടി വരുന്നില്ല. അത് തന്നെ വലിയൊരു ഭാഗ്യമായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസ്ഥാനത്തുടനീളം ഭയങ്കര ചൂടായിരുന്നു. പകലൊരു 10 മണി കഴിഞ്ഞാൽ ഒരു 3 മണി വരെ നമ്മുടെ വീട് വിട്ടോ അല്ലെങ്കിൽ ആഫീസ് മന്ദിരങ്ങളിൽ നിന്നോ പോലീസ് സ്ഥലങ്ങളിൽ നിന്നോ പുറത്തിറങ്ങാനാവാത്ത സാഹചര്യത്തിൽ ശക്തമായ ചൂടായിരുന്നു. ഇന്നലത്തെ മഴ കാരണം കാര്യമായ ചൂട് അനുഭവപ്പെടുന്നില്ല. ഗജരാജന്മാരുടെ പേരൊന്നും അറിയാൻ സാധിച്ചിട്ടില്ല. 1-2 പേരോട് ചോദിച്ചു, ജീവനക്കാരോട് അറിയില്ലെന്നാണ് പറയുന്നത്. ഭൂരിഭാഗം താൽക്കാലിക ജീവനക്കാരാണെന്ന് തോന്നുന്നു, അതാണ് അവർക്ക് അറിയില്ലെന്നാണ് പറയുന്നത്. എന്തായാലും പേര് അറിയാത്തത് കൊണ്ട് ഞാനിവിടെ ഗജരാജന്മാരുടെ പേര് രേഖപ്പെടുത്തുന്നില്ല. ഗജരാജന്മാര് വനത്തിൽ നിന്നാലും നാട്ടിൽ നിന്നാലും ഒരു ആകർഷണം തന്നെയാണ് എന്നതിൽ യാതൊരു സംശയമില്ല. എത്ര തിരക്കുള്ള മനുഷ്യനാണെങ്കിലും ഗജരാജന്മാരെ കണ്ടാൽ 1 മിനിറ്റ് നിന്ന് ഒന്ന് ദർശനം നടത്തിയേ മടങ്ങുള്ളൂ. അത്രത്തോളം മോഹിതമാണ് ഈ ഗജരാജന്മാരെ കാണാൻ. തിരുവരങ്ങിൽ പുലർച്ചെ മുതലേ ഓരോ കലാപരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആറാട്ട് ദിനമായതെല്ലാം കച്ചേരിയാണ് നടക്കുന്നത്.
ഏറ്റുമാനൂരപ്പൻ്റെ തിരുനടയിൽ നിന്നുള്ള വീഡിയോ ഇവിടെ പൂർത്തിയാക്കുകയാണ്. അടുത്ത വീഡിയോ ഉടൻ തന്നെ തുടരുന്നതായിരിക്കും. ഇക്കുറി ഏറ്റുമാനൂരപ്പനെ ദർശിക്കാൻ സാധിക്കാതെ വന്ന ഭക്തജനങ്ങൾ തീർച്ചയായും ഈ വീഡിയോ കണ്ട് സന്തോഷിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം. ഏറ്റുമാനൂരപ്പൻ്റെ തിരുനടയിൽ നിന്നും ദീപം FIS ചാനൽ.